നമസ്തേ എവരി വൺ. ഈ ബിസിനസ് പ്രസൻറ്റേഷൻ ടിപ്സാണ് ഞാനിവിടെ കുറച്ച് പറയാനായിട്ട് പോകുന്നത്. ആക്ച്വലി നമുക്ക് ഈ എഴുതാൻ പറ്റുന്നത് പോലെ നമ്മുടെ പല കഴിവുകളും വെച്ച് ഒരാളിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവ്. പബ്ലിക് സ്പീക്കിംഗ് ആണെങ്കിലും ശരി, ഒരു ഒരു സെയിൽസ് പ്രസൻറ്റേഷൻ ആണെങ്കിലും ശരി, ഒരു ബിസിനസ് പ്രസൻറ്റേഷൻ ആണെങ്കിലും ശരി. അപ്പോൾ ഞാൻ നേരത്തെ പല യൂട്യൂബ് ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. ഈ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രസൻറ്റേഷൻ ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ ബിസിനസ് നമുക്ക് ആൾക്കാരിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടണം, ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടണം, അഡ്മിനിസ്ട്രേഷൻ്റെ സപ്പോർട്ട് കിട്ടണം, നമുക്ക് PR സപ്പോർട്ട് കിട്ടണം, പത്രങ്ങളും ജനങ്ങളും എല്ലാം വിശ്വസിക്കണം. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വേണ്ടതെന്ന് വെച്ചെന്നാൽ ഈ ബിസിനസ് എത്രമാത്രം നല്ല ബിസിനസ്സാണ്, ഇത് ജനങ്ങളുടെ ഒത്തിരി പേരുടെ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്, അവരുടെ പ്രോബ്ലത്തിന് സൊല്യൂഷനാണ് നമ്മുടെ ബിസിനസ് എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും നമ്മുടെ ബിസിനസ്സിനൊരു സോഷ്യൽ റെലവൻസ് ഉണ്ടാക്കാനും ജനങ്ങൾക്ക് ഇത് അത്യാവശ്യമാണെന്ന് പറഞ്ഞ് നമുക്കൊരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ നമുക്ക് ഈ ബിസിനസ് പ്രസൻറ്റേഷൻ കാണും. നിങ്ങളൊരു കമ്പനിയുടെ ഉടമസ്ഥനോ CEO അല്ലെങ്കിൽ സീനിയർ എക്സിക്യൂട്ടീവ് ഒക്കെ ആണെങ്കിൽ പോട്ടെ, സെയിൽസ്മാൻ മുതൽ അങ്ങോട്ടുള്ളവരെല്ലാം ബിസിനസ് പ്രസൻറ്റേഷന് വേണ്ടിയിട്ടുള്ള ഒരിതുണ്ടാക്കണം. ഞാൻ ഇന്ന് പ്യുവർലി ബിസിനസ് പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് പറയുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മൾ ശരിക്കും പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്യാതെ എത്ര പരിചയമുള്ള ആൾക്കാരാണല്ലോ. ഇപ്പം ഞാൻ ഏതാണ്ട് ഇങ്ങനത്തെ ട്രെയിനിങ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് ഞാൻ 35 years കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഞാൻ ഒരു യൂട്യൂബ് ചെയ്യുമ്പോഴാണെങ്കിലും ശരി, അല്ലാതൊരു ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും എവിടെ ചെയ്താലും ഞാൻ ഒരു പ്രിപ്പറേഷനും പ്ലാനിങ്ങും ചെയ്യും. ചെറിയ തോതിലാണ് 100 കണക്കിന് പ്രാവശ്യം എടുത്തിട്ടുള്ള വിഷയം പോലും എടുക്കുമ്പോൾ ഒരു പ്രിപ്പറേഷനും പ്ലാനിങ്ങും അത് കാലാനുസരണമായതും അതുപോലെ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് അതെല്ലാം ഇൻവോൾവ് ചെയ്തിട്ടാണ്. സോ വി നീഡ് എ പ്രിപ്പറേഷൻ ആൻഡ് പ്ലാനിങ്. രണ്ടാമത് നമ്മുടെ ഓഡിയൻസ്, ഞാനിപ്പോൾ കർഷക തൊഴിലാളികളോട് മാത്രമാണ് സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാനിപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്, എനിക്ക് തോന്നുന്നൊരു നിയർലി എനിക്ക് തോന്നുന്നൊരു 32 വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ വളരെ യങ്ങാണ്. അന്ന് രാത്രി 2 മണിക്ക് ഞാൻ ഈ ചുമട്ട് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ പോയി ഒരു ക്ലാസ് എടുത്തു. ഒരു 100-100ഓളം ചുമട്ട് തൊഴിലാളി. കാരണം അവിടെ ഈ 2 മണിക്ക് ശേഷമാണ്, ഒരു 3-3:30 സമയത്തൊക്കെയാണ് ഈ ലോഡൊക്കെ വരുന്നത്. ആ സമയത്ത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ ഒരു വെൽഫെയർ സ്കീം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഴ്സൊക്കെ പറഞ്ഞാണ് എന്നോട് പറഞ്ഞ് ഇന്നത്. ഞാൻ പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ ഉറങ്ങാം, പക്ഷെ എന്നാലും ഞാൻ ഇവരെക്കുറിച്ച് ഇവരുടെ സ്വഭാവം എല്ലാം പറഞ്ഞു. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നെങ്കിലും ഞാൻ അവരെ പോലെ സംസാരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവരിലേക്ക് അടുക്കാൻ പറ്റി. അവരുറങ്ങിയതുപോലെ തന്നെ ഞാൻ പകൽ കിടന്നുറങ്ങിയിട്ട് വൈകിട്ടൊരു 8-9 മണി ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റാണ് അവിടേക്ക് വളരെ ഫ്രഷായിട്ടാണ് പോയത്. അപ്പോൾ അവിടെ അപ്പോൾ അവരെ പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റുക. പിന്നെ ഒരിക്കലും ഞാൻ നാഷണൽ ലോ സ്കൂൾ ബാംഗ്ലൂർ ഞാനൊരു ക്ലാസ്സിന് പോയപ്പം, അവിടെ ക്ലാസ് എടുക്കാനായിട്ട് പോയപ്പം ആ പ്രാവശ്യം വന്നിരിക്കുന്നത് പലതും ഹെഡ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസാണ്. അപ്പം ഈ കോൺഫറൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ വരുമാനത്തിനകത്ത് അവിടുത്തെ LLBക്കും LLMനും PhDക്കും പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലാതെ മേജർ ഒരു വരുമാനമാണ് സീനിയർ സിവിൽ സർവൻസ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് സിവിൽ സർവൻസ്, ഓരോ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് പലയിടത്തുനിന്നും പല രാജ്യത്തു നിന്നുമൊക്കെ വരുന്ന ആൾക്കാർക്ക് ഓരോ പർട്ടിക്കുലർ ടോപ്പിക്സിൽ മാത്രം നമ്മൾ ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുന്നത്. ആ ടോപ്പിക്കിൽ അപ്പം ഞാനിപ്പോൾ ചെന്നപ്പം അതിനകത്ത് വന്നിരിക്കുന്ന ഓഡിയൻസിൽ മിക്കവാറും പേരെല്ലാം ഒന്നുകിൽ വൈസ് ചാൻസലേഴ്സോ ഇല്ലെങ്കിൽ അതിനോട് തത്തുല്യമായ യോഗ്യതയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡയറക്ടറും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരോട് പറയുമ്പം അവരുടെ ലാംഗ്വേജും അവരുപയോഗിക്കുന്ന ലാംഗ്വേജും നമ്മളൊരു ഫിഷർമാനോട്, ഞാൻ ഒരുപാട് ഫിഷർമാന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഫിഷർമാനോട് സംസാരിക്കുമ്പോൾ അങ്ങനെ എടുക്കാനും, ജയിലേഴ്സിന് വേണ്ടി ക്ലാസ് എടുത്തിട്ടുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും. അപ്പോൾ അവരുടെ ലാംഗ്വേജും ഒക്കെ ആയിട്ട് അപ്പോൾ അവിടെയും പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഓഡിയൻസിനെ മനസ്സിലാക്കണം, ഏജ് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ആ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അപ്പോൾ അവിടെ വളരെ ക്ലിയർ ആൻഡ് കൺസൈസ് ആയിട്ട് ടോപ്പിക്ക് നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങണം. ഇന്നതാണ് ടോപ്പിക്ക്, ഇതിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ ഇതിന് താല്പര്യം വരേണ്ട കാര്യം എന്തുകൊണ്ട് വൈ ഷുഡ് യു ലിസൺ ടു മീ എന്ന് പറയണം. വളരെ വെൽ ഡിഫൈൻഡ് സ്ട്രക്ചർ വേണം. ഒരു ക്ലിയർ ബിഗിനിങ്ങും മിഡിൽ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എൻഡിൽ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ വളരെ നല്ലൊരു സ്റ്റാർട്ടിങ്, ഓരോ പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോയി അതിന് ചില എവിഡൻസസും പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്തി അവരുടെ റെസ്പോൺസും എടുത്തുകൊണ്ട് അവസാനം
പിന്നെ നമ്മൾ അവരെ കോൾ ടു ആക്ഷൻ അതിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മളെപ്പോഴും അവസാനിപ്പിക്കാനായിട്ട്. അപ്പം ഇപ്പോഴൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഇൻഫർമേഷൻ്റെ ഫ്ലോ ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ എപ്പോഴും നമ്മൾ ടോപ്പിക്ക് നമുക്ക് റിസർച്ച് ചെയ്തുകൊണ്ട് മാത്രമേ, റിസർച്ച് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ മണ്ടരായി പോകും, അണ്ടർ റേറ്റ് ചെയ്ത് കളയും. അപ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് പലതും കണ്ടാൽ ചിലപ്പം ഞാൻ 13 വർഷം മുമ്പ് ചെയ്തേക്കുന്ന യൂട്യൂബ് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ചെല്ലുമ്പോഴത്തേക്കും അന്ന് പറഞ്ഞ കാര്യങ്ങൾ പലതും ഇന്ന് ചിലപ്പോൾ ആ ഫാക്ട്സ് മാറിപ്പോയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ റിലയബിൾ സോഴ്സസ്, ഡേറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ അതിന് നമുക്ക് പറയുന്ന കാര്യങ്ങൾ നമുക്ക് വെൽ ഓർഗനൈസ്ഡ് ആ കണ്ടൻറ്റ് ലോജിക്കലി ഓർഗനൈസ് ചെയ്യണം. പിന്നെ നമുക്കൊരു ഔട്ട്ലൈൻ, ഇന്ന കാര്യങ്ങൾ ഇതിനകത്ത് പറയും, ഇന്ന കാര്യങ്ങൾ പറയൂല എന്നുള്ളത് നമുക്ക് സ്ലൈഡൊക്കെ ആണെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞുണ്ട്. പിന്നെ കീ പോയിൻറ്റ്സ് നമുക്ക് സാധാരണഗതിയിൽ ഐഡിയലായിട്ടൊരു 3 മുതൽ 7 വരെയൊക്കെയുള്ള ഐഡിയാസ് നമ്മൾ പറഞ്ഞ് നിർത്തുവാണ് നല്ലത്. പിന്നെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് അതിനകത്ത് അതാണ് നമുക്കൊരു ഇടത്തരം ഇതിന്. അല്ല പിന്നെ ഞാൻ രാവിലെ 9 മണിക്ക് എടുത്തിട്ട് വൈകിട്ട് 6 മണി വരെ എടുക്കുന്ന ക്ലാസ് ഉണ്ട്, അത് വേറെ. അതിപ്പോൾ ഓരോ മണിക്കൂറിലും ടോപ്പിക്ക് മാറിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾക്ക് വളരെ ഒരു കമ്പലിങ് ഓപ്പണിങ്, അവരുടെ അറ്റൻഷൻ അറസ്റ്റ് ചെയ്യാൻ പറ്റിയ, ഗ്രാബ് ചെയ്യാൻ പറ്റിയ. പിന്നെ ഇതിനു മുമ്പ് നമ്മൾ റിഹേഴ്സൽ ചെയ്യണം. വളരെ ഇതായിട്ടുള്ളത് രാത്രി മുഴുവനും, രാത്രി 4 മണിക്കൂർ 5 മണിക്കൂർ റിഹേഴ്സ് ചെയ്തിട്ട് അപൂർവമായിട്ട് ഞാൻ സംസാരിച്ച സ്പീച്ചസ് ഒക്കെ ഉണ്ട്. അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതായിരുന്നു. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഓഡിയൻസിൻ്റെ മുന്നെയോ അല്ലെങ്കിൽ നമുക്ക് കണ്ണാടിയുടെ മുന്നെയോ ഒക്കെ സ്ഥലത്ത് നമുക്ക് ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എങ്കിൽ തന്നെ നമ്മൾ റിഹേഴ്സൽ ചെയ്യണം. പിന്നെ ചില ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുക, അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് അറിയണം. ആൾക്കാർ ഇന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി പറയാൻ പറ്റും. പിന്നെ അതിനകത്ത് ഇൻ്റലക്ച്വൽ ഓണസ്റ്റി, ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് അവയർനെസ് ഇല്ല എന്ന് പറയേണ്ട കാര്യം അങ്ങനെ പറയാൻ പറ്റും. അത് കുറച്ചുകൂടെ നമുക്ക് ഇമ്പോർട്ടൻസ് കൂടുകയാണ്, കാരണം ഇയാൾ പറയുന്നതൊക്കെ സത്യമാണെന്നൊരു തോന്നൽ വരും. പിന്നെ സ്റ്റോറി ടെല്ലിങ് വളരെ നല്ല, എപ്പോഴും സ്റ്റോറിക്കകത്തോടെ നമ്മുടെ സന്ദേശം മുഴുവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇതാണ്. അപ്പോൾ അനക്ഡോട്ട്സ് നമ്മൾ ഉപയോഗിക്കുക, റിയൽ വേൾഡ് എക്സാമ്പിൾസ് പറയുക. പിന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് നമ്മൾ പേഴ്സണലൈസ് ചെയ്ത് പറയുക. പിന്നെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഈവൻസോ പറഞ്ഞുകൊണ്ട്. പിന്നെ നമുക്കൊരു സ്ട്രാറ്റജിക്കലി നമുക്ക് പോയിൻറ്റിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാം. സ്ലൈഡ് എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഒരു കൂടിക്കിടന്ന് ഇതാക്കുന്ന വായിക്കാനൊക്കെ നാശമായിട്ടുള്ളതല്ല, ക്ലിയർ ആയിട്ട് ഒരുപാട് കളറൊന്നും കയറ്റാതെ ചെയ്യുവാണ്. വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള, ധാരാളം വൈറ്റ് സ്പേസ് ഒക്കെ ഉള്ള, കൺസിസ്റ്റൻ്റ് കളറും കൺസിസ്റ്റൻ്റ് ഫോണ്ടും, പല ഫോണ്ടൊന്നും ഉപയോഗിക്കരുത്, വളരെ റീഡബിൾ. അപ്പോൾ നമുക്കിത് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ പറഞ്ഞൊരു 100 അടി അകലെ നോക്കിയാലും ക്ലിയറായിട്ട് വായിക്കാൻ പറ്റണം. പിന്നെ ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട്, അത് എല്ലാത്തിനും അങ്ങനെയല്ല, നമ്പർ ഇടുകയാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഷോർട്ട് സെൻറ്റൻസസ് ആക്കാൻ പറ്റുന്നതൊക്കെ ഷോർട്ട് സെൻറ്റൻസസ് ആക്കുക. പിന്നെ നമ്മൾ ഇമേജ് ഉപയോഗിക്കുന്ന നല്ല ഹൈ ക്വാളിറ്റി ഇമേജ്, ഹൈ ക്വാളിറ്റി ഗ്രാഫിക്സും റെലവൻ്റ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ക്ലിയർ ഹയറാർക്കി ഓഫ് ഇൻഫർമേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. പിന്നെ നമുക്ക് ഈ ആനിമേഷനൊക്കെ നമ്മൾ കഴിവതും ഉപയോഗിക്കാതിരിക്കുകയാണ്. വീഡിയോയോ ആനിമേഷനോ ഉപയോഗിക്കണമെങ്കിൽ അത്ര അബ്സല്യൂട്ട്ലി നെസസറി ആയിട്ടുള്ള സമയത്ത് മാത്രം. വീഡിയോ ആണെങ്കിൽ അത് എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രൊഫഷണലായിട്ട് ക്ലിയർ ആയിട്ടുള്ള സ്ലൈഡ് സ്കീം ആയിരിക്കണം. പിന്നെ എപ്പോഴും അത് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് നമുക്ക് കോൺട്രാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം, വിഷ്വലി സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം. പിന്നെ അലൈൻമെൻ്റ് ഒക്കെ വളരെ പ്രോപ്പറായിട്ട്, സ്പേസിങ്, ലേബലിങ്, ചാർട്ട്സ്, നിങ്ങൾക്ക് അതിനുള്ള സ്കില്ലില്ലെങ്കിൽ അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. പിന്നെ നമുക്ക് ടൈറ്റിൽ ഓരോ സ്ലൈഡിലും മുകളിൽ എവിടെയെങ്കിലും നമുക്ക് ടൈറ്റിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്. അപ്പം എല്ലാ സ്ലൈഡിനകത്തും നമുക്ക് പറഞ്ഞു പോകുമ്പോഴത്തെ ലിസ്റ്റ് പറഞ്ഞു പോവുകയാണെങ്കിൽ മുകളിൽ ടോപ്പിക്ക് നമ്മൾ ചെറുതായിട്ടാണെങ്കിലും കാണിക്കണം, ഒന്നുമില്ലാതെ മൊട്ടയായിട്ട് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ സ്ലൈഡിന് നമുക്ക് നമ്പറും റെഫറൻസും. പിന്നെ എക്സസീവ് ജാർഗൻസ്, അക്രോണിം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ മാത്രം ആ വാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് നമുക്ക് സക്സസ് റേഷ്യോ. പിന്നെ നമുക്ക് പലപ്പോഴും സിമ്പിൾ ആൻഡ് റിലേറ്റബിൾ ലാംഗ്വേജ്, ആർക്കും മനസ്സിലാകുന്ന ലാംഗ്വേജ് ആയിരിക്കണം ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും പ്രൂഫ് റീഡ് ചെയ്തിട്ട് വേണം. ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാമെന്ന് വെച്ചാൽ ഗ്രാമർലി എന്നൊക്കെ പറയുന്ന ടൂളുണ്ട്. അപ്പോൾ ടൂളിനകത്ത് ഇട്ടിട്ട് നമ്മൾ കാണാതെ പോകുന്ന സാധനം പോലും നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും. സ്പെല്ലിങ് എറേഴ്സ്. പിന്നെ ഈ ബ്രാൻഡിങ് ആണെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ത്രൂ ഔട്ട് ഒരേ രീതിയിൽ ബ്രാൻഡിങ് പോകണം. ആൻഡ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം കൂടെ സമ്മറി നമുക്ക് ലാസ്റ്റ് നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് എൻഗേജ്മെൻറ്റ് ടെക്നിക്സ്, ഇപ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഐ കോണ്ടാക്ട്സ് ആണ്. അവരെല്ലാവരുടെയും കണ്ണിൽ നോക്കിക്കൊണ്ട് സംസാരിക്കാനായിട്ട് പറ്റുക.
അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു 10-20 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ട്. പിന്നെ നമ്മുടെ ജെസ്റ്റേഴ്സ്, അപ്പോൾ ബോഡി മൂവ്മെൻറ്റ്സ് ഇഫക്റ്റീവായിട്ട്. പിന്നെ നമ്മുടെ സൗണ്ട് ചിലതിന് ഉയർത്തുകയും താക്കുകയും പല സ്വരത്തിൽ കൂട്ടി പറയുകയും കുറച്ച് പറയുകയും രഹസ്യമായിട്ട് പറയുകയൊക്കെ നമുക്ക് ചെയ്യാനായിട്ടോ. അതുപോലെ തന്നെ നമുക്ക് എന്തൂസിയാസം, വളരെ ടോണ്, ഇതൊക്കെ നമുക്ക് ചെയ്ത് പറയാം. പിന്നെ ആവശ്യമുള്ളിടത്ത് നമുക്ക് പോസസ്സൊക്കെ നമുക്ക് നിർത്തി എപ്പോഴും നിർത്തി പറയുന്നതാണ് ഏറ്റവും പവർഫുൾ. മോഹൻലാലിൻ്റെ സംസാരം ശ്രദ്ധിക്കുക, നമുക്ക് യൂട്യൂബിലൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ കാരണം ആൾക്കാർക്ക് അത് കറക്റ്റ് പ്രോസസ്സ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഓഡിയൻസ് ഇൻട്രാക്ഷൻ നമുക്ക് കൂടുതൽ കൊടുക്കണം. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞാൽ അവരോട് പോയി നിങ്ങൾ പറയൂ ഇതല്ല. ഇതിനോട് എത്ര പേര് യോജിക്കുന്നുണ്ട്, നമുക്ക് കൈ ഉയർത്താം. ഇതിനോട് എത്ര പേര് യോജിക്കുന്നില്ല, കൈ ഉയർത്താം. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എൻഗേജ് ചെയ്യുക. പിന്നെ ഇങ്ങനെ അവരെ എൻഗേജ് ചെയ്യണം. പിന്നെ ഇതൊന്ന് കൂട്ടിയിട്ട് ഇതോടെ കൂട്ടിയിട്ട് പറയാൻ പറ്റുമോ, നമ്മളൊരു കണക്ക് കൊടുത്തിട്ട്. അപ്പോൾ മൊബൈലിലിട്ട് കൂട്ടും ഒക്കെ പറയാം. പിന്നെ എൻഗേജ് വിത്ത് ഓഡിയൻസ് ഇമോഷൻസ്, അവരൊരു കഥയിലൂടെ വേണേൽ കൊണ്ടുപോകാം. നമുക്ക് ഈ NLP ടെക്നിക്സിനകത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് ഓഡിയൻസിനെ കരയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കരയിക്കാം. ആ രീതിയിൽ നമ്മൾ ഇമോഷൻസിലേക്ക് നമ്മൾ എമ്പതിക്കായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഒരു ഹ്യൂമർ കൊണ്ടുവരണം, അതുപോലെ തന്നെ വളരെ ലൈറ്റ് മൂഡിലേക്ക് കൊണ്ടുവരണം. പിന്നെ ചില സർപ്രൈസിങ് ഫാക്ട്സ് ഇറക്കി കൊണ്ടുവരണം, അത് നമുക്ക് എടുത്തിടാം. പിന്നെ അനാലജീസ് നമ്മൾ കൊണ്ടുവരിക. സിംപ്ലിഫൈ കോണ്ടെക്സ്റ്റ്, വളരെ ഇതായിട്ട് ഈ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രം അറിവ് കൊടുക്കുന്ന ടെക്നിക്ക്. പിന്നെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഓഡിയൻസിനെ ഇൻവൈറ്റ് ചെയ്യുക, ചിലരെ മാത്രമായിട്ട് അവരെ കൊണ്ട് വേണേൽ പോൾ ചെയ്യിക്കാം. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സൂമിലൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത് വളരെ എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ എപ്പോഴും അവർക്ക് ചേരുന്ന രീതിയിലുള്ള റിലേറ്റ് ചെയ്യാവുന്ന കണ്ടൻ്റ് ആയിരിക്കണം. പിന്നെ മെമ്മറബിൾ പോയിൻറ്റ്സ് നമ്മൾ യൂസ് റൂൾ ഓഫ് 3. അപ്പം 3 കാര്യങ്ങളാണ് പെട്ടെന്ന് എല്ലാവരുടെ മനസ്സിൽ 3 പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഓർത്തിരിക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മിഡിൽ വെച്ച് പറയാം. ആൻഡ് നമുക്കതുപോലെ തന്നെ വളരെ ഒരു പോസിറ്റീവ്, വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഡെമനിയർ ആയിരിക്കണം, മര്യാദകളൊക്കെ ആയിരിക്കണം, നമ്മുടെ ഡ്രസ്സും ഒക്കെ വളരെ അട്രാക്റ്റീവായിട്ട്, ടോപ്പിക്കിനെ കുറിച്ച് നമ്മളുടെ പാഷൻ, അതുപോലെ നമുക്ക് എമ്പതി. പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് തന്നെ, ഇറ്റ് ഈസ് നോട്ട് ഇംഗ്ലീഷ്. അപ്പോൾ നമുക്കവിടെ ഈ പറ്റുന്നത്രയും വാക്കുകളിൽ നമുക്കത് എങ്ങനെയാണ് നമുക്കത് പ്രൊനൗൺസ് ചെയ്യുന്ന അറിയത്തില്ലാത്തവല്ല, അത് വേണം നോക്കാം. സിലബിളായിട്ട് തിരിച്ചിട്ട് സ്ട്രെസ് ചെയ്ത് പറയേണ്ട ഭാഗങ്ങൾ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞതുപോലെ, പ്രാക്ടീസ് എന്ന് പറഞ്ഞ പോലെ നൗൺ ആണോ വെർബാണോ അതനുസരിച്ച് നമുക്ക് പലപ്പോഴും അല്പം മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഡെലിവറി സ്കില്ല് വളരെ ക്ലിയറായിട്ട്, മോഡറേറ്റ് പേസിൽ. പിന്നെ മൈക്രോഫോൺ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഗൺ മൈക്ക് ആണെങ്കിൽ എപ്പോഴും നമ്മൾ 1 ഇഞ്ച് 1.5 ഇഞ്ചിലൊക്കെ പിടിക്കുകയാണ് ഏറ്റവും കൂടുതൽ സൗണ്ട് കിട്ടുന്നത്. ചിലർ ഇവിടെ കൊണ്ടുവച്ച് പിടിക്കും, അതല്ല ഇവിടെ നമ്മൾ വെച്ചുകൊണ്ട് തന്നെ മൈക്രോഫോൺ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്തേക്കുന്ന പോലെ ഇതാണ്ടോ, അപ്പോൾ ഇത് ഇവിടെ നിന്ന് കിട്ടാവുന്നാവരുത്. അപ്പോൾ എത്രമാത്രം ഓഡിയൻസാണ് സൗണ്ട് അനുസരിച്ച് നമുക്കതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ പ്രൊനൗൺസിയേഷന്, പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന നമ്മൾ ഡിസ്ട്രാക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക. പിന്നെ ഹാൻഡ് ഔട്ട്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട രീതി. അപ്പോൾ അത് ബുള്ളറ്റ് പോയിൻറ്റ്സ് അതിൽ നമ്പർ ഇട്ട് മാത്രം നമുക്ക് മുഴുവൻ അങ്ങ് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുകയല്ല. പിന്നെ ഓഡിയൻസ് ഫീഡ്ബാക്ക് അനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ചിലത് വളരെ ഫ്ലെക്സിബിൾ ആക്കാം. പിന്നെ ചിലത് നമുക്ക് പലപ്പോഴും ടെക്നിക്കൽ ഡിഫിക്കൽറ്റീസ് കൊണ്ട് ബാക്കപ്പ് ചെയ്തുകൊണ്ട് പോകാം. ചിലപ്പോൾ ഈ സിസ്റ്റം ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും അവിടെ നമുക്കൊരു പ്ലാൻ ബിയുടെ വേണം. പിന്നെ നമുക്ക് റെക്കോർഡ് ചെയ്ത്, നമ്മൾ ബിഗിനറാണെങ്കിൽ റെക്കോർഡ് ചെയ്തതിനെ റിവ്യൂ ചെയ്യാനായിട്ടുള്ള സൗകര്യം വേണം. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട എക്യുപ്മെൻറ്റ്സ് ഉണ്ടോ അതെല്ലാം നേരത്തെ ടെസ്റ്റ് ചെയ്യുക. പിന്നെ ബാക്കപ്പ് കോപ്പീസ് പ്രസൻറ്റേഷൻ ഉള്ളത് നമ്മുടെ കയ്യിൽ അഡീഷണൽ ആയിട്ട് ഉണ്ടാകുക. പിന്നെ അവിടുത്തെ മെഷീനറിയും പ്രോജക്ടറും ഒക്കെ ആയിട്ട് നമുക്ക് കമ്പാറ്റബിൾ ആണോ, ചേരുന്നതാണോ. പിന്നെ റിമോട്ടിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ, അതല്ലെങ്കിൽ നമുക്ക് പ്രസൻറ്റേഷനെ പറ്റിയ സോഫ്റ്റ്വെയർ ഉണ്ടോ, ടൈമർ ഉണ്ടോ, വിത്തിൻ ടൈമിനകത്ത് നമുക്ക് തീർക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം. അതിന് സ്ക്രീൻ മിറർ ചെയ്ത് കാണിക്കാവുന്ന, ഇപ്പം പ്രൈം മിനിസ്റ്റർ മോദി പോലും പ്രോംപ്റ്ററൊക്കെ ഉപയോഗിച്ചിട്ടാണ് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ടെക്നോളജി ഉപയോഗിക്കുന്നതിൽ ആരും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 10-75 വയസ്സായ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റും, നമുക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ. ഡിസ്ട്രാക്ഷൻസ് മിനിമൈസ് ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും. പിന്നെ മൾട്ടിമീഡിയ ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പ്രസൻറ്റേഷൻസ് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക്, അപ്പോൾ ഒരു
നമ്പർ കാണിച്ചുകൊണ്ട് പറയും ഇതിലേക്ക്. അപ്പോൾ അത് ഫീഡ്ബാക്ക് ഇടുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ഒരു PDF കൂടെ കിട്ടുന്ന രീതിയിൽ അവർക്കൊരു മോട്ടിവേഷനായിട്ട് വേണം ചെയ്യാം. പിന്നെ നമ്മുടെ പെർഫോമൻസിന് അത് കഴിഞ്ഞ് അവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എപ്പോഴും നമ്മളൊരു നോട്ട് എഴുതിയെടുക്കുന്നത് നന്നായിരിക്കും. ഇന്ന കാര്യം ഇമ്പ്രൂവ് ചെയ്താൽ കൊള്ളാമായിരുന്നു, ഇന്ന കാര്യങ്ങൾ ഇനി നമുക്ക് ആവർത്തിക്കണം, ഇനി ആവർത്തിക്കരുത്, ഇന്ന കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം, ഒരു സ്ട്രെങ്തൻ ചെയ്യണം, ഈ കാര്യങ്ങൾ ടെക്നിക്കലി ഇന്ന കാര്യങ്ങൾ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് തന്നെ നമുക്കുണ്ടാകുന്ന ഇമ്പ്രഷൻ അത് കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ നിൽക്കത്തില്ല. അതപ്പോൾ തന്നെ നമുക്ക് ഇനിയിപ്പോൾ അതൊന്നുമില്ല, മൊബൈലിനോട് വോയിസ് നോട്ടിനകത്ത് നമ്മൾ പറഞ്ഞാണെങ്കിലും പിന്നെ ആവശ്യം വരുമ്പോൾ നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക, സ്റ്റേ അപ് ടു ഡേറ്റ്. നമ്മൾ അന്നത്തെ വരെ കാര്യങ്ങൾ നോക്കി, അപ്പോൾ നമുക്ക് പ്രസൻറ്റേഷൻ സ്കിൽസ് നോക്കിയിട്ട് അതുപോലെ നമുക്ക് നമ്മുടെ സ്കില്ലുകൾ നമുക്ക് ഓരോ വിധത്തിൽ നോക്കി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊന്നും അല്ലാതെ വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ സ്കിൽസ് ഉണ്ട് നമുക്ക്. അതിനൊക്കെ ഒരു 3 ദിവസമൊക്കെ എൻ്റെ കൂടെ താമസിച്ച് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്പീച്ച് എടുക്കേണ്ടതായിട്ട് വരും. അതോടുകൂടി എല്ലാം ആയി. അപ്പം അങ്ങനെ തയ്യാറായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. നിങ്ങളൊരു ടീം ഇതിൽ കിടന്ന നമ്പറിൽ വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്ത് കുറച്ച് പേരാകുമ്പോഴായിരിക്കും, ഐദർ ഇറ്റ് ക്യാൻ ബി ഇൻ ഇംഗ്ലീഷ് ഓർ ഇൻ മലയാളം ഒക്കെ, ഇന്ത്യയിൽ എവിടെ വെച്ചോ അല്ലെങ്കിൽ ലോകത്ത് എവിടെ വെച്ച് വേണം ചെയ്യാം. ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ലോകത്തിലെ അപൂർവങ്ങളായിട്ടുള്ള ഈ ട്രെയിനേഴ്സിൻ്റെ ഇതെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 360 ഡിഗ്രി ആർട്ടിക്കുലേഷൻ എന്നൊക്കെ പറഞ്ഞ രീതിയായിട്ട് അതൊക്കെ നല്ലപോലെ സ്വായത്തമാക്കിയിട്ടുണ്ട്. പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ എൻ്റെ മനസ്സിലുള്ളതിൻ്റെ 1% പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കൊരു ഫണ്ടിങ് പ്രസൻറ്റേഷനും നിങ്ങളുടെ പ്രസൻറ്റേഷൻ എങ്ങനെ ഇരിക്കണം അപ്പോൾ എന്നുള്ളതിനും കൂടെ ഒരു മാർഗ്ഗനിർദ്ദേശമായിട്ട് എടുത്ത്, പ്രത്യേകിച്ച് നമ്മൾ ഈ ഫണ്ടിങ്ങിൻ്റെ ക്ലാസ് വരാൻ പോകുന്നൊരു സമയമായതുകൊണ്ട് നിങ്ങൾ ഇതുകൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരുന്നത് വളരെ നന്നായിരിക്കും. കാരണം അവിടെ വന്നിരുന്നിട്ട് നമുക്ക് അപ്പം ചേഞ്ച് വരുത്താനോ, ചിലപ്പോൾ ഫണ്ട് നമുക്ക് നേരത്തെ പലപ്പോഴും ഈ ഫണ്ടേഴ്സ് തന്നെ ചിലപ്പോൾ ക്ലാസ്സിനകത്ത് കാണും. ഓക്കെ, ചിലപ്പോൾ ഈ ക്ലാസ് തന്നെ എനിക്ക് ഫണ്ടിങ്ങിൻ്റെ ക്ലാസ് മുംബൈയിലോ ഡൽഹിയിലോ നടക്കുമ്പോൾ അതിനകത്തും ചിലപ്പോൾ ഉണ്ടാകും. അവിടെ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇതുകൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഏറെക്കുറെ സ്വായത്തമാക്കിയിട്ട് വരുന്നത് നന്നായിരിക്കും. ഇതിന് ശേഷം കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.